ചെയ്തെടുത്തൊരു കേക്കാട്ടത്. അന്നത്തെ ദിവസം ഞാൻ കേക്കിൻ്റെ ഓർഡർ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് മുന്നേ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആ സെയിം കേക്ക് തന്നെ മതി, ഡെക്കറേഷൻ അതന്നെ മതി, വേറെ ഒന്നും വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡെക്കറേഷൻ മാറ്റിയതാണ്, കാരണം ഒരേ ഡിസൈൻ തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്ക് ഒരു ബേബി ഷാർക്കിൻ്റെ തീമിലായിരുന്നു. 1.5 kg സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതും അതേ സെയിം തന്നെയാണ്, 1.5 kg സ്പാനിഷ് ഡിലൈറ്റ് തന്നെയാണ് കേക്ക് വന്നിട്ടുള്ളത്. ഡിസൈൻ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ ഏതായാലും അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി ഗേളിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പിങ്ക് തീമിലാട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എനിക്ക് കറക്റ്റ് അതിനോട് മാച്ചായ രീതിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഈ പ്രിൻ്റ് എല്ലാം നമ്മൾ ഡെലിവറിയുടെ ആ ഒരു ടൈമിലാട്ടോ വെച്ച് കൊടുക്കണേ. കുറച്ച് ലോങ്ങിലേക്കാണ് ഈ ഒരു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെയിം ഫോണ്ടൻറ്റിലാട്ടോ എഴുതി കൊടുത്തിട്ടുള്ളത്. 2 പേരുണ്ടായിരുന്നു, അപ്പോൾ രണ്ടും നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആട്ടോ പിന്നെ വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ്. കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്കും കമൻറ്റും കൂടെ എന്തായാലും ചെയ്യണേ.